നമസ്കാരം, ഫ്ലാഷ് ന്യൂസിലേക്ക് സ്വാഗതം. തൃക്കാക്കരയിൽ CPI കൗൺസിലർ MJ ഡിക്സൺ കൗൺസിൽ സ്ഥാനം രാജിവെച്ചു. ഇന്ന് 3 മണിയോടെ മുനിസിപ്പൽ സെക്രട്ടറി KK സന്തോഷ് മുമ്പാകെയാണ് രാജിക്കത്ത് കൈമാറിയത്. പ്രതിപക്ഷ നേതാവ് MK ചന്ദ്രബാബു, PC മനൂപ്, ജിജോ ചെങ്ങന്തറ എന്നിവരുൾപ്പെടെ പ്രതിപക്ഷ കൗൺസിലർമാർക്കൊപ്പം എത്തിയാണ് അദ്ദേഹം രാജിക്കത്ത് കൈമാറിയത്. ഇനി CPM-നൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമെന്ന് MJ ഡിക്സൺ പറഞ്ഞു. കഴിഞ്ഞ ഏറെ നാളുകളായി CPI പ്രാദേശിക നേതൃത്വവുമായി അകൽച്ചയിലായിരുന്നു ഡിക്സൺ. മാസങ്ങൾക്ക് മുമ്പ് ഡിക്സനെ CPI പാർലമെന്ററി പാർട്ടി നേതൃസ്ഥാനത്ത് നിന്നും നീക്കിയിരുന്നു. കാനം പക്ഷത്തെ പ്രമുഖനാണ് CPI വിട്ട് CPM-നൊപ്പം ചേരുന്നത്. തൃക്കാക്കരയിലെ CPI നേതാക്കളുടെ അഴിമതി ചൂണ്ടിക്കാട്ടിയതായി മണ്ഡലം നേതാക്കൾ തനിക്കെതിരെ പ്രതികാര നടപടി സ്വീകരിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. തൃക്കാക്കര നഗരസഭ കൗൺസിലറായി ഞാൻ 2010 CPIയുടെ ചിഹ്നത്തിൽ മത്സരിച്ച് കൗൺസിലറായ ആളാണ്. അതിനുശേഷം 2020-25 കാലഘട്ടത്തിൽ തൃക്കാക്കര നഗരസഭയിൽ CPIയുടെ തന്നെ കൗൺസിലറായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു. 32 വർഷമായി CPIയിൽ നിന്ന് വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെ ട്രേഡ് യൂണിയൻ രംഗത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റിയുടെ അസിസ്റ്റന്റ് സെക്രട്ടറിയായും മണ്ഡലം കമ്മിറ്റി മെമ്പറായും എല്ലാം പ്രവർത്തിച്ചു വരികയായിരുന്നു. ചില തൃക്കാക്കര മണ്ഡലം കമ്മിറ്റിയിലെ മണ്ഡലം സെക്രട്ടറി അടക്കമുള്ള സഖാക്കളുടെ തെറ്റായ നയസമീപനങ്ങളും സാമ്പത്തിക അലിഗേഷനിലും മനംമടുത്താണ് ഞാൻ ഈ പാർട്ടി വിടാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ 2 കാര്യങ്ങൾ അതിനകത്ത് വളരെ വ്യക്തമായി ഞാനിതിനകത്ത് സൂചിപ്പിക്കുകയാണ്. കാരണം ഇതിൽ 2015-20 കാലഘട്ടത്തിൽ ഞാൻ പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റിയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരിക്കുന്ന കാലഘട്ടത്തിലാണ് ജിജോ ചിങ്ങന്തറ തൃക്കാക്കര നഗരസഭയിലെ CPIയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇവിടുത്തെ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായി സേവനമനുഷ്ഠിച്ചിരുന്നത്. ഈ ജിജോ ചിങ്ങന്തറയുടെ സേവന കാലാവധി 2020 അവസാനിക്കുന്ന സമയത്ത് പാർട്ടി മണ്ഡലം കമ്മിറ്റി എടുത്ത തീരുമാനത്തിൽ മനംനൊന്താണ് ഞങ്ങൾ അന്ന് ഈ പാർട്ടിയിൽ വളരെ വൈകാരികമായി തന്നെ വർത്തമാനം പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ സഖാവ് ആ മേഖലയിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വളക്കൂറില്ലാത്ത പ്രദേശത്ത് നിന്ന് വളർന്നു വന്നൊരു സഖാവാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി CPIയുടെ പാർലമെന്ററി രംഗത്ത് പ്രവർത്തിച്ച് നിന്ന ഒരു സഖാവ്. അദ്ദേഹം പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റി അംഗമായി. അദ്ദേഹം പാർട്ടിയുടെ എല്ലാ കാര്യങ്ങളിലും സജീവമായ പ്രവർത്തനം നടത്തി വരുന്നു. അദ്ദേഹത്തിനെ പിന്നീട് 2020-25 കാലഘട്ടത്തിൽ 2015-2025 കാലഘട്ടത്തിലേക്ക് മത്സരിക്കാനുള്ള സാഹചര്യം വരുമ്പോൾ സാഹചര്യം വരുന്നപ്പോൾ അദ്ദേഹത്തെ മത്സരിപ്പിക്കില്ല എന്ന തീരുമാനം മണ്ഡലം കമ്മിറ്റി സെക്രട്ടറിയും അതുപോലെ അവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും എടുക്കുന്ന തീരുമാനം, ഭൂരിപക്ഷ തീരുമാനത്തെ മറികടന്നുകൊണ്ട് ന്യൂനപക്ഷ തീരുമാനം അംഗീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ കമ്മ്യൂണിറ്റിയുടെ അന്നുള്ള മുന്നോട്ട് പോക്ക്. അന്ന് മണ്ഡലം കമ്മിറ്റിയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്ന ഞാൻ അതിനെ നഖശികാന്തം എതിർത്താണ് മുന്നോട്ട് പോയത്. മണ്ഡലം കമ്മിറ്റിയുടെ ബഹുഭൂരിപക്ഷം സഖാക്കളും ജിജോ ചിങ്ങന്തറയെ പാർട്ടിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പാർലമെന്ററി രംഗത്ത് അദ്ദേഹത്തെ മത്സരിപ്പിച്ചുകൊണ്ട് ഈ പാർട്ടിക്ക് ഒരു കൗൺസിലർ എന്ന നിലയിൽ അദ്ദേഹത്തിന് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഒരുക്കണമെന്ന് നമ്മൾ സെക്രട്ടറിയോടും പാർട്ടി ജില്ലാ കമ്മിറ്റി സെക്രട്ടറിയായ സഖാവ് P. രാജുവിനടക്കമുള്ള ആളുകളോട് നമ്മൾ വളരെ ദയനീയമായ രീതിയിൽ നമ്മൾ കമ്മിറ്റിയിലെ മുഴുവൻ സഖാക്കളും പറഞ്ഞിട്ട് പോലും അവരെ മണ്ഡലം സെക്രട്ടറിയുടെയും അവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെയും തീരുമാനത്തിന് വേണ്ടി മാത്രം ഈ മണ്ഡലം കമ്മിറ്റി അംഗമായിരുന്ന സഖാവിനെ മത്സരിപ്പിക്കേണ്ട എന്ന് തീരുമാനിക്കുകയും അന്ന് തന്നെ കൗൺസിലറായിരുന്ന PV സന്തോഷ്, അദ്ദേഹം SC/ST വിഭാഗത്തിലെ പെട്ട ഒരു അംഗമാണ്. അദ്ദേഹം SC സീറ്റിൽ നിന്ന് മത്സരിച്ചാണ് കുന്നേപ്പറമ്പ് പടിഞ്ഞാറ്. അദ്ദേഹം മത്സരിച്ച ആ പ്രദേശത്ത് ചെന്ന് പരിശോധിച്ചാൽ നമുക്കറിയാൻ സാധിക്കും അദ്ദേഹം 5 കൊല്ലക്കാലം ആ പ്രദേശത്തിന് വേണ്ടി ജീവിതം തന്നെ ത്യജിച്ചു വെച്ചൊരു സഖാവായി പ്രവർത്തിച്ചൊരു കൗൺസിലറായിരുന്നു. അദ്ദേഹം നല്ലൊരു കൗൺസിലറായി ആ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു സഖാവിനെ 2020 CPIM മുന്നോട്ട് വെക്കുകയാണ്. ജിജോ ചിങ്ങന്തറക്കും അതുപോലെ തന്നെ PV സന്തോഷിന് നിങ്ങൾ പറയുന്ന സീറ്റ് അവർക്ക് മത്സരിച്ച് ജയിക്കാൻ പറ്റുന്ന സീറ്റ് ഞങ്ങൾ നൽകാം എന്ന് പറയുമ്പോൾ ആ തീരുമാനത്തെ ത്യജിച്ചു
വെച്ചുകൊണ്ട് അവർ മത്സരിക്കുന്നില്ല എന്ന ധിക്കാരപരമായ സമീപനം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ഈ മണ്ഡലം കമ്മിറ്റിയിലെ സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്കും എതിരായി അന്നേ ഞങ്ങളൊരു വിധി എഴുതി വെച്ചിരിക്കുകയായിരുന്നു. സ്ഥാനത്തിൽ ഇല്ലാതാക്കുക എന്നുള്ളതാണ് മണ്ഡലം കമ്മിറ്റി സെക്രട്ടറിയുടെ മുഖ്യധാര പ്രവർത്തനം. അത് മണ്ഡലം കമ്മിറ്റിയിലുള്ള മുഴുവൻ സഖാക്കളെ നോക്കിയാലും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ മണ്ഡലം കമ്മിറ്റിയിലുള്ള ജനറൽ ബോഡി വിളിച്ച് സഖാക്കളുടെ അഭിപ്രായം ആരാഞ്ഞാൽ ഈ മുഴുവൻ സഖാക്കളും പറയും ഈ സെക്രട്ടറിയുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിലെ പോക്കും മുഴുവൻ കാര്യങ്ങളും പറയും. ആ തീരുമാനത്തെ ഞങ്ങൾ അന്ന് എതിർത്തിട്ട് പോലും ആ തീരുമാനം ഉൾക്കൊള്ളാൻ സാധിക്കാതെ ആയപ്പോഴാണ് ഞങ്ങൾ തന്നെയാണ് അന്ന് പറഞ്ഞത് ജിജോ ചിങ്ങന്തറ പാർലമെന്റ് രംഗത്ത് വേണം, ജിജോ ചിങ്ങന്തറ തൃക്കാക്കര നഗരസഭയിലെ കൗൺസിലറായിട്ട് വേണം, ഇവിടെയുള്ള അഴിമതിക്കെതിരായിട്ട് പോരാടുന്ന ഒരു കൗൺസിലർ നമുക്ക് എന്തായാലും അതുണ്ടാകണം, അദ്ദേഹത്തെ കുറിച്ച് യാതൊരു വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസമില്ലാത്ത സാഹചര്യത്തിൽ അദ്ദേഹം മത്സരിക്കണമെന്ന് പറയുകയും CPIM അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി. അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കുമ്പോൾ ഇന്ന് CPIയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരിക്കുന്ന ഇപ്പോൾ സെക്രട്ടറി ആയിരിക്കുന്ന ആളുകളടക്കം CPIയിലെ മണ്ഡലം കമ്മിറ്റി മെമ്പർമാരടക്കമുള്ള ആളുകൾ ആ വാർഡിൽ പോയി അദ്ദേഹത്തെ തോൽപ്പിക്കാനുള്ള ശ്രമം നടത്തി. അത് ഞാൻ മത്സരിക്കുന്നതുകൊണ്ട് നമുക്ക് അതിനകത്ത് അത്ര ശ്രദ്ധ ചെലുത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ് അതിനകത്ത് ഒരു ഇത് വന്നത്. പക്ഷേ മണ്ഡലം കമ്മിറ്റി സഹകരണം ഇതെല്ലാം കഴിഞ്ഞ് മണ്ഡലം കമ്മിറ്റി ജിജോ ചിങ്ങന്തറ വൻ ഭൂരിപക്ഷത്തിൽ അവിടെ ജയിച്ചു. CPIയിലെ സഖാക്കൾ അവിടെ പോയി തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ട് പോലും അദ്ദേഹം വൻ ഭൂരിപക്ഷത്തിൽ അവിടെ ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ PV സന്തോഷിന് സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞു. ആ സീറ്റിൽ കൊടുത്തായിരുന്നെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു സീറ്റ് നഷ്ടപ്പെടില്ലായിരുന്നു. ആ സീറ്റ് മേടിക്കാതെ സന്തോഷിനെ മത്സരിപ്പിക്കില്ല, പകരം ഞങ്ങൾക്കൊരു സീറ്റ് തന്നാൽ മതി, ഞങ്ങൾ ആരെ മത്സരിപ്പിക്കുമെന്ന് ജയിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെയും എലിജിബിലിറ്റി ഉള്ള ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുക എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ മുഖ്യ കർമ്മം. അത് തന്നെയാണ് CPIM മുന്നോട്ട് വെച്ചത്. CPIM പറഞ്ഞത് ഞങ്ങളുടെ സീറ്റാണ്, ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റാണ് ഞങ്ങൾ തരാൻ പോകുന്നത്. ആ സീറ്റിൽ ജിജോ ചിങ്ങന്തറയും PV സന്തോഷിനെ മത്സരിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നു. ആ തീരുമാനം മണ്ഡലം കമ്മിറ്റിക്കകത്ത് വരുന്നു. മണ്ഡലം കമ്മിറ്റിക്കകത്ത് ബഹുഭൂരിപക്ഷം സഖാക്കളും ആ തീരുമാനത്തെ അംഗീകരിക്കുന്നു. ആ തീരുമാനത്തെ അംഗീകരിക്കില്ല എന്ന് പറയുന്ന പാർട്ടിയിലെ മണ്ഡലം കമ്മിറ്റിയിലെ ന്യൂനപക്ഷത്തിന്റെ കൂടെ പാർട്ടി ജില്ലാ കമ്മിറ്റി സെക്രട്ടറി എന്ന് നിലകൊണ്ടതിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ജിജോ ചിങ്ങന്തറയും PV സന്തോഷും CPIയുമായി ചേർത്ത് നിന്ന് പ്രവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷേ ആ സാഹചര്യവും നമ്മളിപ്പോ ഇത് പറയണല്ല. പക്ഷേ ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് എന്നെ പോലെയുള്ള ഒരു സഖാവിനെതിരെ തരംതാഴ്ത്തൽ നടപടിയെടുത്തു. ആ തരംതാഴ്ത്തൽ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് ഞാൻ ജില്ലാ കമ്മിറ്റിക്ക് പരാതി കൊടുത്തു. ജില്ലാ കമ്മിറ്റിക്ക് പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കമ്മിറ്റി അത് നടപടി സ്വീകരിക്കാൻ വൈകിയപ്പോൾ ഞാൻ പാർട്ടിയുടെ ട്രൈബ്യൂണലായ കൺട്രോൾ കമ്മീഷന് പരാതി കൊടുത്തു. പാർട്ടിയുടെ ട്രൈബ്യൂണലാണ് ലാസ്റ്റ് അന്തിമ വാക്കാണ് ട്രൈബ്യൂണൽ. ആ തീരുമാനമാണ് ഈ കാണുന്നത്. അന്ന് ഞാൻ കൊടുത്ത എന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മുൻകാല പ്രാബല്യത്തോടുകൂടി എന്നെ അതേ കമ്മിറ്റിയിലേക്ക് തിരിച്ചെടുത്തുകൊണ്ട് പാർട്ടിയുടെ കോടതി എടുത്ത ഉത്തരവാണിത്. ഈ ഉത്തരവിന്റെ പകർപ്പ് എനിക്ക് കൺട്രോൾ കമ്മീഷൻ അയച്ചു എന്നാണ്. ഇത് പാർട്ടി ജില്ലാ കമ്മിറ്റിക്കും കൊടുത്തിട്ടുണ്ട്, മണ്ഡലം കമ്മിറ്റിക്കും കൊടുത്തിട്ടുണ്ട്, എനിക്കും നൽകിയിട്ടുണ്ട്. പക്ഷേ ഇത് 5-ാം മാസം കൊടുത്ത കമ്മിറ്റി പരാതി 8-ാം മാസം മെമ്പർഷിപ്പ് പുതുക്കുന്ന സമയത്ത് എന്റെ മെമ്പർഷിപ്പ് ഇവര് കരുതിക്കൂട്ടി എന്നെ ഈ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി എന്റെ മെമ്പർഷിപ്പ് ക്യാൻസൽ ചെയ്തു. എന്റെ മെമ്പർഷിപ്പ് ക്യാൻസൽ ചെയ്തതിനു ശേഷം ഇവര് ഈ കൺട്രോൾ കമ്മീഷൻ തീരുമാനത്തെ പറഞ്ഞു എനിക്ക് മെമ്പർഷിപ്പ് ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ 5-ാം മാസം എടുത്ത തീരുമാനത്തെ മുൻകാല പ്രാബല്യത്തോടുകൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ അല്ലെങ്കിൽ ഈ കൺട്രോൾ കമ്മീഷനോ എന്നെ തിരിച്ചെടുക്കാനുള്ള അധികാരമുണ്ട്. പക്ഷേ ഈ സഹാക്കളുടെ വാക്ക് കേട്ടുകൊണ്ട് 1-2 സഹാക്കൾ, ഞാനതിപ്പോ അതിനെക്കുറിച്ച് പരാമർശിക്കുന്നില്ല. ഇനി ഒരു പരാമർശിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ എനിക്ക് പറയാനുള്ളത് ഞാൻ മുഴുവൻ വെട്ടി തുറന്നു പറയും. എനിക്കറിയാവുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ കുറെ കാലം പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറിയുടെ കൂടെയും അതുപോലെയുള്ള ബന്ധപ്പെട്ട ആളുകളുടെ കൂടെയൊക്കെ നടന്ന ആളാണ്, എനിക്കറിയാം. അതുകൊണ്ട് എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കണ്ട. എന്തായാലും ഞാൻ ഒരു കാരണവശാലും ഇനി CPIയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഉപാധികളില്ലാതെ CPIയിൽ പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. യാതൊരു വിധത്തിലുള്ള ഒരു ആനുകൂല്യം സ്വീകരിക്കാതെ ഞാൻ ഈ NIA പാർട്ടി തരം താഴ്ത്തിയപ്പോൾ തന്നെ 2 ബ്രാഞ്ച്, ഏറ്റവും കൂടുതൽ പ്രവർത്തകരുള്ള ബ്രാഞ്ചാണ് അത്താണിയിലെ 2 ബ്രാഞ്ച്. ആ ബ്രാഞ്ചിലുള്ള മുഴുവൻ സഹാക്കളും രാജിവെച്ചു. ആ രാജിവെച്ച സഹാക്കള് എന്റെ കൂടെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ഞാൻ അവരെ വിളിച്ചു വരുത്താണ്ടാണ് ഇവിടെ ഉണ്ട്, എന്നാലും ഉണ്ട് ഇവിടെ സഹാക്കള്. പക്ഷേ ആ സഹാക്കളടക്കം ഇനിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുനിന്ന് രാജിവെച്ച് വരുന്ന ഒരുപാട് സഹാക്കളുണ്ടാവും. കാരണം ഇവരുടെ പ്രവർത്തനങ്ങളിൽ മനതൊണ്ടുവരുന്ന ഒരുപാട് പേരുണ്ട്. അഴിമതിക്ക് മാത്രം, സ്വജനപക്ഷപാതത്തിന് മാത്രം കൂട്ടുനിൽക്കുന്ന ഒരു കമ്മിറ്റിയായി തൃക്കാക്കരയുടെ CPIയുടെ മണ്ഡലം കമ്മിറ്റി മാറി. അതുകൊണ്ട് ഞാൻ ഇതിൽ നിന്നും രാജിവെച്ചും പുറത്തേക്ക് പോവുകയാണ്. ഇനി ഈ CPIയുമായി യാതൊരു ബന്ധവും സ്ഥാപിക്കില്ല. എന്തായാലും